ഹേ ഗൈസ്, നാളെ വിഷുവാണ്. അപ്പോൾ ഒരു നീണ്ടൊരു പരിശ്രമത്തിന് ശേഷം നമ്മളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണിയെല്ലാം ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെറ്റ് ഇപ്പോൾ റൂമിൽ വന്ന് കയറിയതേ ഉള്ളൂ. എല്ലാം ക്ഷീണിച്ച് അവിടെ ഒരാൾ ഫോണും കുത്തിയിരിപ്പുണ്ട്. എല്ലാം ഞാൻ മാത്രമേ ചെയ്തോളൂ. എന്ത് വെറുതെ അതെ ഗൈസ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിക്കാരിയെല്ലാം ചെയ്ത് ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. പുള്ളിക്കാരിയാണ് എല്ലാം ചെയ്തത്. അതാണ് യാഥാർത്ഥ്യം. ഏതാണ് ഇപ്പൊ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നാളെ രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ട് പുള്ളിക്കാരിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പം കുറച്ച് കറക്കും. നാളത്തെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. നാളെ പ്ലാൻ ചെയ്യുന്നുള്ളൂ അല്ലേ കുനു? നാളത്തെ നമുക്ക് നാളെ കാണാം. നാളെ എവിടെ പോകുന്നു നല്ല പ്ലാനും അറിയാവോ? ഒരു പ്ലാനും ഇല്ല ഗൈസ്. രാവിലെ ഇരിക്കുന്നു, കണി കാണുന്നു, പിന്നെ അമ്പലത്തിലോട്ട് ഇറങ്ങും, പിന്നെ വീട്ടിലോട്ട് പോകും. വേറെ അങ്ങനെ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തിൽ പോയാലും നിങ്ങളെയും കൂടെ കാണിച്ചിരിക്കും. ഓക്കെ, അതന്നെ എവിടെ പോയാൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഗൈസ്. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇന്ന് വിഷുവാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. രാവിലെ തന്നെ 5 മണിക്ക് ശേഷം വീട്ടിൽ കണിയൊക്കെ കണ്ടു. ഇനി അമ്പലത്തിൽ പോകണം. അച്ഛനും അമ്മയെല്ലാം റെഡിയാവുന്നുണ്ട്. പൊന്നും അവിടെ റെഡിയാവുന്നുണ്ട്. ഇതുവരെയും കണ്ടില്ല. എന്താണോ ഒരു പേടിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും റെഡിയായി കഴിയാറായി എന്നാണ് പറഞ്ഞത്. എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കണ്ടേ. എന്താണ് റെഡി ആയോ? ശരിയാവണില്ലേ? ഇവിടെ നോക്കട്ടെ, ഒന്ന് തിരിഞ്ഞ്. ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെയാണല്ലോ. നമ്മൾ ആണുങ്ങൾ നേരത്തെ റെഡി ആയാലും ഒരു സാരിയൊക്കെ കൊടുത്തതിന് ടൈം എടുക്കും. പുള്ളിക്കാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വീടായതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. അങ്ങനെ താഴെ പോയി കണിയൊക്കെ കണ്ട് അച്ഛനെ കൈനീട്ടമൊക്കെ വാങ്ങിച്ച് ഇനി നേരെ വീട്ടിലോട്ട് പോകണം. അമ്പലത്തിലോട്ട് പോയിട്ട് അവിടെ നേരെ വേണം വീട്ടിലോട്ട് പോകാൻ. അവിടെ നിന്ന് അമ്പലത്തിൽ ആറ്റുകാലിൽ പോകുമെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. കുറച്ച് കറക്കം പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. കൈനീട്ടമൊക്കെ കിട്ടി. അവിടുത്തെ ശാന്തി ഞങ്ങൾക്ക് തന്നത്. ഞാൻ കഴിച്ചത് ഗോൾഡ് കോയിനായിരിക്കും. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്. എനിക്കും കിട്ടി കൈനീട്ടം. അച്ഛൻ അവിടെ നിന്ന് പതുക്കെ നടന്ന് വരുന്നത്. കാല് വയ്യ, അതുകൊണ്ടാണ് അങ്ങനെ. എനിക്ക് ഇറങ്ങിയപ്പോ എനിക്ക് എന്തൊരു വേദന. അച്ഛൻ പതുക്കെ നടന്ന് ഇങ്ങനെ എത്തി. വല്ല വിധേനം കഷ്ടപ്പെട്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് വിഷു ആയിട്ട് ഇപ്പോഴാണ് ക്ഷേത്രത്തിൽ 4 പേരും കൂടെ വരുന്നത്. ആരടുത്താണ് പറയണത്? പുള്ളിക്കാരൻ 2 പേർക്കും എന്താണെന്ന് സംഭവം മനസ്സിലായിട്ടില്ല. ഒരാഴ്ച കഴിയുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ആരടുത്ത് പറയണേ? വീട്ടിലെത്തി. ചേട്ടൻ പുറത്ത് കാർ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കങ്ങനെ ഞങ്ങളെ വീട്ടിൽ പോകണമല്ലോ. അതുകൊണ്ട് ചേട്ടൻ കാറൊക്കെ കഴുകിക്കൊണ്ടിരിക്കും. ഇന്നലെ തന്നെ സമയമില്ലായിരുന്നു. ഇന്നലെ കണിയും ആലും ഒരുക്കങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വന്നു. ഇപ്പം നമ്മൾ റൂമിലെത്തി. ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരി പൊന്നിൻ്റെ വീട്ടിൽ നിന്ന് കോളം ഇഷ്ടംപോലെ വരുന്നുണ്ട്. കാരണം എൻ്റെ വീട് ആരനാടാണ്. കോളത്താണ് വൈഫിൻ്റെ വീട്. അപ്പോൾ ഇവിടുന്ന് ഒരു 30-35 കിലോമീറ്റർ കാണും. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ പോയിട്ട് അവരെ കൊണ്ടുവേണം അമ്പലത്തിൽ പോകാൻ. അവിടുത്തെ അമ്പലത്തിൽ പോകാൻ. അപ്പോൾ
നാളെയും കൊണ്ടേ പോകുമെന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. ഇനി അവിടെ ചെല്ലുമ്പോൾ ഒരു 1.5 മണിക്കൂർ എടുക്കും. നമ്മളങ്ങനെ എത്തി, കുറച്ച് ലേറ്റായി പോയി. അവിടെ അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. സർപ്രൈസ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഓ ഹായ്. ലൈറ്റ് എന്റെ ബ്ലോഗാണ്. ഒരു ഹായ് പറയൂ. ഹാപ്പി വിഷു. ഹായ്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. നമ്മൾ വരെ ലേറ്റായിപ്പോയി. അവർ 3 പേര് പോയിട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഒരു ശാമ്പ്രാണിക്കൊടി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 2.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം ഇനി ശാമ്പ്രാണിക്കൊടി പോയിട്ട് വേണം ബാക്കി തീരുമാനിക്കാൻ. എല്ലാവരും റെഡി ആവുകയാണ്. ഒരാൾ റെഡിയായി ഇറങ്ങി. ഹലോ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങനെയുണ്ട്? മറ്റേ കടമറ്റത്തെ കത്തനാഥ സിനിമ ഉണ്ടല്ലോ, പോ ചേട്ടാന്ന് പറഞ്ഞിട്ട് ഓടി. ഇതാ വീണ്ടും വന്നു. ഈ ചെരുപ്പിട്ടെ പൊന്നു വൈ കുറയോ. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത പറഞ്ഞു തരാം. സ്വന്തം ചെരുപ്പിടത്തില്ല. ഞാൻ ഈ ചേച്ചിയുടെ ചെരുപ്പായിരിക്കും ഇടണം. ചുമ്മാ തന്നെ സത്യം. അങ്ങനെ വിശന്ന് തല ഇറങ്ങി വന്നപ്പോഴാണ് പെട്ടെന്നൊരു ഹോട്ടലുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് തന്നെ കയറ്റി അങ്ങോട്ട് ചവിട്ടി. വിശന്ന് ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് 2 ബിരിയാണി 2 ഊണും ആയിരുന്നു. എനിക്കും പൊന്നിനും ഒരു ബിരിയാണി മതിയായിരുന്നു. നല്ല അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മളൊരു ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജ്യൂസെല്ലാം പുറത്തായിരുന്നു. അങ്ങനെ ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ നേരെ വിട്ടു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. നമ്മൾ കാർ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ പാർക്ക് ചെയ്തു. കാരണം താഴെ സ്പേസ് ഇല്ലെന്നും കരുതി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് വന്നു. വരുന്ന വഴി ആന കുളിക്കുന്നത് കണ്ടു. നല്ല വെയിലല്ലേ, അങ്ങനെ ആന നല്ല കുളിക്കുകയാണ്. അങ്ങനെ മനോഹരമായ കാഴ്ചകളും കണ്ടങ്ങ് പോവുകയാണ് നമ്മൾ. വെയിലത്ത് നടന്ന് ഒരു പരുവായി. ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ട് കയറിയത് മാറിപ്പോയി. ആ ബോട്ടല്ല, ടിക്കറ്റ് എടുത്തിട്ട് വേറെ ബോട്ടിൽ വേണം കയറാൻ. നൈസായിട്ടൊന്ന് പണി പാടിയില്ല. സത്യം പറഞ്ഞതാ, ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഈ ബോട്ടിൽ വേണം കയറാൻ. ആ കാണുന്നത് അവിടെ നിന്ന് നൈസാണ്. നമ്മൾ ഇറങ്ങി ടിക്കറ്റ് എടുത്ത് ഇവർക്ക് കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്നാണ് പറയണത്. ബോട്ടിൽ ഇതാണ് നമ്മുടെ ബോട്ട്. രണ്ടിലാളിരുന്നു, ഒരാൾ പുരണ്ടിരുന്നു. അവളല്ലേ അടിപൊളിയുണ്ട്.
പിടിച്ചോ പിടിച്ചോ. ഭാര്യ മാത്രം പിടിക്കുക. അതിലേ ശാമ്പ്രാണി പൊടി കായ. അമ്മ കൊള്ളാല്ലേ താഴെ ഇല്ല, ഇത്രേ ഉള്ളൂ. നമ്മളെ കരുതി മുട്ട വരെയെങ്കിലും കാണുമെന്നല്ലേ, മുട്ട വരെയെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിച്ചു. ഇത്രയേ ഉള്ളൂ. സമയത്ത് വന്നാൽ ഭയങ്കര വെയിലാണ്. അതാണ് ചൂട് സമയം. കരിക്കട്ടായി. ഇത് മൊത്തം കക്കയില തോടാണ് ഈ ഗൈസ്. ഇതിന്റെ മണ്ണിന്റെ അടിയിൽ ചില സ്ഥലത്ത് മാത്രം, ചില സമയത്ത് മാത്രം നല്ല പ്ലെയിൻ. അതാണ് സ്പെഷ്യലായിട്ടുള്ള കാര്യം. വരുവാണെങ്കിൽ വെയിലത്ത് ഈ സമയത്ത് വരല്ലേ, വെയിലുണ്ട് കരിഞ്ഞ് പണ്ടാരടങ്ങും. പിന്നെ മാങ്ങയും പൈനാപ്പിളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ അതൊക്കെ കുഴപ്പമില്ല. ഇവിടെ കായലിൽ കുറച്ച് പേര് കട ഇട്ടിട്ടുണ്ട്. ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ നല്ല ടേസ്റ്റ്. നമ്മൾ പൈനാപ്പിൾ നോക്കിയല്ലേ, കൊള്ളായിരുന്നു. മുദ്ര അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. പക്ഷേ ഭയങ്കര വെയില് കാര്യം. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി എല്ലാവരും നല്ല ടയർഡായി. ചായക്കട എവിടെ നിന്ന് തപ്പി നടന്ന് നമ്മൾ പെട്ടെന്നൊരു ചായക്കട കണ്ടു. ഒരു ചവിട്ടി അങ്ങ് ഒതുക്കി, വേറെ ഒന്നും നോക്കിയില്ല. പോകുന്ന വഴി ഞാനും പൊന്നി 2 ബദാം മിൽക്ക് അങ്ങ് ഓർഡർ ചെയ്തു. ബാക്കി 3 പേര് ചായ ഓർഡർ ചെയ്തു. അവിടെ നല്ല വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 1-2 ട്രൈ ചെയ്തു. മോമോസ് ആയിരുന്നു കൂടുതലും ട്രൈ ചെയ്ത്. എല്ലാം അടിപൊളിയായിരുന്നു. ചായയും കടിയും കഴിച്ചതിന് ശേഷം നേരെ കാറിൽ കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുവാണ്. അങ്ങനെ പൊന്നുവിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴി ഒരു ഷോപ്പിൽ നിർത്തി സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് വാങ്ങിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അന്ന് അവിടെ തന്നെ സ്റ്റേ ചെയ്തു ഗൈസ്. നല്ല ടയേർഡായത് കാരണം അങ്ങനെ 2ാമത്തെ ദിവസം നേരെ നമ്മൾ വീട്ടിൽ വിടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ അടിച്ച് പൊട്ടിക്കുക.